ഹരി ഓം. സദാനന്ദപുരം അവധൂതാശ്രമത്തിന്റെ ശാഖയായ ഭാരതീപുരം മറവഞ്ചിറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം ചരിത്രപ്രധാനമായ ഒരു ധന്യ നിമിഷത്തിനു കൂടി സാക്ഷിയാകുകയാണ്. അതിരുകളില്ലാത്ത ഇതിഹാസമായ രാമായണമെന്ന മഹാകാവ്യം ഒരു താരാട്ടുപാട്ടിന്റെ രൂപത്തിൽ അനുഷ്ഠാന കലയായി ദേശിംഗനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ കുളത്തൂപ്പുഴ, അഞ്ചൽ, ചടയമംഗലം ഭാഗങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ 100 വർഷങ്ങൾക്കു ശേഷം ശ്രീ മഹാലക്ഷ്മി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മറവഞ്ചിറ തമ്പുരാട്ടിയുടെ തിരുനടയിൽ ഈ താരാട്ടുപാട്ട് പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ദേശഭേദങ്ങളില്ലാതെ എല്ലാ വിശ്വാസികളെയും ഈ ധന്യ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യും. വേദഗുരു സദാനന്ദ സ്വാമികളുടെ പ്രധാന ശിഷ്യനായ മഹാപ്രസാദ് ആത്മാനന്ദ ഭാരതി സ്വാമിയാണ് ഭാരതീപുരത്തെ അവധൂതാശ്രമത്തിന്റെ സ്ഥാപകൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം, അതിലെ ശിലാവിഗ്രഹം ശിഥിലമായതിനെ തുടർന്ന് നിർമ്മിച്ച പുതിയ ക്ഷേത്രവും പഞ്ചലോകത്തിൽ കുടികൊള്ളുന്ന ഭഗവതിയും ഇവിടുത്തെ ആശ്രമാന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു. മഹാഗുരുക്കന്മാരുടെ പാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിക. 700-ൽ പരം വർഷങ്ങൾക്ക് മുൻപേ ഭഗവതിയെ കുടിയിരുത്തിയ യോഗീശ്വരസ്വാമിയുടെ സാന്നിധ്യം. എല്ലാ ഞായറാഴ്ചയും നടന്നുവരുന്ന സഹസ്രനാമജപം. വെള്ളിയാഴ്ചകളിലെ ത്രിശതി വിളക്കുപൂജ. 2020 മുതൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലക്ഷാർച്ചനകൾ, നവരാത്രി പൂജയും ചണ്ഡികാഹോമവും. കൂടാതെ ഇപ്പോൾ കുഞ്ഞുമക്കളുടെ ആരോഗ്യത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി താരാട്ടുപൂജ വഴിപാടിന്റെ പുനരാവിഷ്കാരം. ഇതെല്ലാം ചെയ്ത് ഒരു നാടിനെ തന്നെ അതിരുകളില്ലാത്ത ആത്മജ്ഞാനത്തിലേക്ക് വഴിതെളിച്ച പൂജനീയ ഗുരു സ്വാമി നിത്യാനന്ദ ഭാരതി. ഇവയെല്ലാം ഈ ക്ഷേത്രസന്നിധിയെ ഊർജപ്രഭാവത്തിന്റെ പരമോന്നതിയിലെത്തിക്കുന്ന മുഖ്യ ഘടകങ്ങളാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സഖ്യന്റെ താഴ്വരയിൽ മറവഞ്ചിറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം രാമായണം താരാട്ടുപാട്ട് പുനർജനിക്കുകയാണ്. മറവഞ്ചിറ തമ്പുരാട്ടിയുടെ തിരുനടയിൽ ഈ നാടിന്റെ തനത് കലാരൂപമായി ആവിഷ്കരിക്കപ്പെടുന്ന രാമായണം താരാട്ടുപാട്ട് അതിന്റെ വിജയത്തിലെത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഓം മഹാദേവി നമഃ. മറവഞ്ചിറ തമ്പുരാട്ടിയുടെ തിരുസന്നിധിയിൽ രാമായണം താരാട്ടുപാട്ട് പുനരാവിഷ്കരിക്കുന്നതിന് ഭാഗ്യം സിദ്ധിച്ച കലാകാരികൾക്ക് ശ്രീ മഹാലക്ഷ്മി മാതൃസമിതിയുടെ പേരിൽ ആശംസകൾ നേരുന്നു. 2025 ആഗസ്റ്റ് മാസം 15-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സദാനന്ദ രാമപ്രസാദ് എന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി എല്ലാ ഭക്തജനങ്ങളെയും മറവഞ്ചിറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിച്ചു. ഓം ശ്രീ മഹാദേവി നമഃ. രാമായണം കഥാസംഗ്രഹം ഇതിവൃത്തമാക്കിയുള്ള രാമായണം താരാട്ടുപാട്ടിന്റെ ഏതാനും വരികൾ ആലപിക്കുന്നതിനായി ശ്രീ മഹാലക്ഷ്മി മാതൃസമിതി അംഗം ശ്രീമതി ദിവ്യാകൃഷ്ണയെ ക്ഷണിക്കുന്നു. സൂര്യകുലത്തിൽ മന്നൻ ദശരഥകാര്യനാം വിഷ്ണുദേവൻ പാരാതി സൂര്യവായി ജനിച്ചുടനാരിരാരോ നാരിമാർ കണ്ടു വേഗം ശിശുവിനെ പാരവി കയ്യിലേന്തി നീരാട്ടിപ്പട്ടതിലെ പൊതിഞ്ഞുകൊണ്ടാരിരാരോ കാലത്താലേ അവരും മിഴിക്കുടൻ നീലമമ്മയെഴുതി പാലും കൊടുത്തു തൊട്ടിൽ കിടത്തിക്കൊണ്ടാരിരാരോ ഉണ്ണിയൻ പൊന്മകനെ ഉലകങ്ങും കണ്ണായി പിറന്ന മന്ന പൊന്നിൻ മുഖമഴക ഉറങ്ങുറങ്ങാരിരാരോ രാരിരാരോ രാരിരാരം രാരിരാരോ രാരിരാരോ രാരിരാരം രാരിരാരോ. ഹരി ഓം. ഓം ഭുവനേശ്വരിയെ നമഃ. ഭക്തജനങ്ങളെ, നിങ്ങൾ കേട്ട് കാണുമല്ലോ, മറവഞ്ചിറ തമ്പുരാട്ടിയുടെ തിരുസന്നതയിൽ നമ്മുടെ വഴിപാടായി നടത്താൻ ആഗ്രഹിക്കുന്ന രാമായണം താരാട്ടുപാട്ട് ജനഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങി 2025 ആഗസ്റ്റ് 15-ന് വൈകുന്നേരം 4 മണിക്ക് നടത്തുന്ന സമ്മേളനത്തിൽ എല്ലാ സജ്ജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.